എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എല്ലാവരുടെയും കമൻസ് കണ്ടപ്പോൾ മനസ്സിലായി. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പവർ പോയിന്റിൻ്റെ ബാക്കി ക്ലാസ്സുകളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ക്ലാസ്സാണ് പവർ പോയിന്റിൻ്റെ. അപ്പോൾ അതാണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളൊക്കെ കാണണം. വേറെ വിശേഷമൊന്നുമില്ല, നമുക്കിപ്പോൾ ഡയറക്റ്റ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. സോ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു. നമ്മൾ 2 സ്ലൈഡ് പ്രസന്റ് ചെയ്യാൻ തയ്യാറാക്കാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അതായത് ഫസ്റ്റ് സ്ലൈഡ് അതുപോലെ തന്നെ സെക്കൻഡ് സ്ലൈഡിൽ നമ്മളൊരു കോഴ്സസിനെ പറ്റി ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ താഴെ കുറച്ച് കോഴ്സുകളും പറഞ്ഞു. അപ്പൊ അതിന് കളർ കൊടുക്കാനും അതിനെ ബോൾഡ് ആക്കാനും ഇറ്റാലിക്സ് ആക്കാനും സ്റ്റൈല് മാറ്റാനും സൈസ് കൂട്ടാനും ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനിയിപ്പോ നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങളോട് നോക്കാം. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചെയ്യണമെങ്കിൽ പുതിയൊരു സ്ലൈഡ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ പുതിയ സ്ലൈഡ് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പൊ നമുക്ക് ഓപ്പൺ ആയി കിടക്കുന്നത് ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബാണ്. അപ്പൊ നമുക്കറിയാം, നമുക്ക് പുതിയൊരു സ്ലൈഡ് ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഹോം എന്ന് പറയുന്ന ടാബിലാണ്. സോ നമ്മൾ ആ ഹോം എന്ന് പറയുന്ന ടാബിനെ ഓപ്പൺ ചെയ്യണം. അപ്പൊ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഇങ്ങനെ ഹോമിലോട്ട് വെച്ചു. ഈ ഹോം എന്നുള്ളതിന്റെ എവിടെങ്കിലും ജസ്റ്റ് മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഹോം ടാബ് ഓപ്പൺ ചെയ്തപ്പോൾ ഹോമിനകത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് പുതിയ സ്ലൈഡാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയപ്പോൾ ന്യൂ സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടു. അപ്പൊ പുതിയ സ്ലൈഡ് ആഡ് ചെയ്യാനായിട്ട് ഈ ന്യൂ സ്ലൈഡ് എന്നുള്ള ഈ ഇമേജ്, അതായത് ഒരു ബോക്സ് പോലെ കാണുന്നതിന്റെ അവിടോട്ട് മൗസ് വെച്ചു. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പുതിയ ഒരു സ്ലൈഡ് വന്നിട്ടുണ്ട്. അപ്പൊ സ്ലൈഡ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന സിംഗിൾ പേജ്, അതായത് നമ്മൾ പവർ പോയിന്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ കാണുന്ന സിംഗിൾ പേജിന് പറയുന്ന പേരാണ് സ്ലൈഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രസന്റേഷനിൽ നോക്കുവാണെങ്കിൽ 3 സ്ലൈഡായി. അപ്പൊ നമ്മൾ മൂന്നാമതൊരു സ്ലൈഡ് ആഡ് ചെയ്തപ്പോൾ സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ. അപ്പൊ ഈ ടൈറ്റിൽ എന്നുള്ളിടത്ത് നമ്മളൊരു മാർക്ക് ലിസ്റ്റ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ ആ മാർക്ക് ലിസ്റ്റ് എന്നുള്ള കാര്യം ചെയ്യാനായിട്ട് ജസ്റ്റ് ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്നുള്ള ഈ ഏതെങ്കിലും ഒരു പൊസിഷനിൽ മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ഇതെന്തിനാ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. നമ്മൾ അവിടെ പ്രസ് ചെയ്ത് കർസർ അവിടെ വന്നാൽ മാത്രമേ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റൂ. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യം അവിടെ വരത്തുള്ളൂ. അപ്പൊ കർസർ ഇവിടെ വന്നിട്ടുണ്ട്. കർസർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബ്ലിങ്കിങ് ബ്ലാങ്ക് ലൈൻ, അതായത് ഒരു ലൈൻ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അതാണ് കർസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ കർസർ വന്നതിന് ശേഷം നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിനി മാർക്ക് ലിസ്റ്റ് എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. ഇപ്പൊ മാർക്ക് ലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തു. ഇനിയിപ്പോ നമുക്ക് ആ ഒരു മാർക്ക് ലിസ്റ്റ് ഒരു ടേബിളിലായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അങ്ങനെ ടേബിൾ ആഡ് ചെയ്യണം. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ MS വേർഡിൽ പഠിച്ച അതേ കാര്യം തന്നെയാണ് ഇവിടെയും. ഇതെല്ലാം സെയിം ആണ്. അപ്പൊ നമ്മുടെ ആ ക്ലാസ് കണ്ടവർക്കൊക്കെ എളുപ്പം തന്നെ അറിയാൻ പറ്റും. പുതുതായിട്ട് കാണുന്നവർക്ക് ചെറിയൊരു സംശയം കാണും. അപ്പൊ അത് നമുക്ക് ഈ ഒരു ക്ലാസ് കണ്ടു കഴിയുമ്പോൾ ആ സംശയമൊക്കെ മാറുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ പുതിയതായിട്ട് ഒരു സ്ലൈഡ് ആഡ് ചെയ്തപ്പോൾ ഇതിനകത്ത് ഈ താഴത്തെ പൊസിഷൻ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ പിക്ചേഴ്സ് കാണാൻ പറ്റും. അപ്പൊ ഇതെന്താണെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുവാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി യാതൊരുവിധ ധാരണയും ഇല്ല. അപ്പൊ പേരും അറിയത്തില്ല, അതിന്റെ ഒരു കാര്യവും അറിയത്തില്ല. അപ്പൊ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പേരറിയത്തില്ലെങ്കിലും സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് പേര് പറഞ്ഞു തരും. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ജസ്റ്റ് ഇങ്ങനെ മൗസ് ആ കാണുന്ന പിക്ചറിലോട്ടൊന്ന് വെച്ചാൽ മതി. വെച്ച് കഴിയുമ്പോൾ അതിന്റെ പേര് അവിടെ ഷോ ചെയ്ത് കാണിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു ഫസ്റ്റ് പിക്ചറിലോട്ട് മൗസ് വെച്ചപ്പോ തന്നെ അതിന്റെ പേര് കാണിച്ചു, സ്റ്റോക്ക് ഇമേജസ്. രണ്ടാമത്തെ പിക്ചറിലോട്ട് വെച്ചപ്പോഴത്തേന് അതിന്റെ പേര് കാണിച്ചു, പിക്ചേഴ്സ്. അതുപോലെ തന്നെ മൂന്നാമത്തേത് ഇൻസേർട്ട് ആൻ ഐക്കൺ. നാലാമത്തെ ഇൻസേർട്ട് എ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്. അടുത്തത് 3D മോഡൽസ്, ഇൻസേർട്ട് വീഡിയോ, ഇൻസേർട്ട് ടേബിൾ, ഇൻസേർട്ട് ചാർട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 4 4 8 കാര്യങ്ങൾ. അപ്പൊ ഈ 8 കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചില സ്റ്റെപ്പ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ആ സ്റ്റെപ്പ് വഴി ചെയ്യാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഒരു ടേബിൾ ആഡ് ചെയ്യണമെങ്കിലും, അല്ലെങ്കിൽ നമുക്കൊരു ഗ്രാഫ് ആഡ് ചെയ്യണമെങ്കിലും, ചാർട്ട് ആഡ് ചെയ്യണമെങ്കിലും, നമ്മുടെ പ്രസന്റേഷനിൽ ഒരു പിക്ചർ ആഡ് ചെയ്യണമെങ്കിലും, അപ്പൊ ഇതൊക്കെ ചെയ്യാനുള്ള എളുപ്പ വഴിയാണ് ഈ ഓരോ സ്ലൈഡിലും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ വേറൊരു സ്ലൈഡ് ആഡ് ചെയ്തു. അത് നോക്കുവാണെങ്കിലും അതിന്റെ സെന്ററിലും, അതായത് ഈ രണ്ടാമത്തെ വലിയ ബോക്സിലും നമുക്ക് കാണാൻ പറ്റും. അതായത്
നമ്മൾ സ്റ്റെപ്പ് വഴി ചെയ്യേണ്ട ടേബിൾ ക്രിയേഷനും സ്മാർട്ട് ആർട്ടും ചാർട്ടും ഇമേജ് ആഡ് ചെയ്യുന്നതും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു സ്റ്റെപ്പും ഇല്ലാതെ ഡയറക്റ്റ് ഇവിടുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുള്ള ഓപ്ഷൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. അതിനിപ്പോ എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ നമ്മൾ മാർക്ക് ലിസ്റ്റ് ഒക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഈ മാർക്ക് ലിസ്റ്റിനെ നമുക്ക് സെന്ററിലാക്കണമെങ്കിൽ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. അപ്പൊ അതുകൂടെ ജസ്റ്റ് പറഞ്ഞേക്കാം. സെന്ററിലാക്കണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം പറയാം. 2 മെത്തേഡ് ഉണ്ട്. 2 മെത്തേഡും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. രണ്ടും എളുപ്പമാണ്. എങ്കിലും ജസ്റ്റ് ഞാൻ ഈ ഒരു മെത്തേഡ് തന്നെ അങ്ങ് പറയുവാണ്. നമ്മുടെ ഈ ഒരു ബോക്സിന്റെ ഈ ഒരു ബോർഡർ ലൈനിൽ ജസ്റ്റ് മൗസ് കൊണ്ടുവെക്കുക. അതായത് ഏതെങ്കിലും മുകളത്തേതോ താഴത്തേതോ സൈഡിലത്തെയോ അത് ഏത് ബോർഡർ ആയിക്കോട്ടെ അതിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക. മൗസ് വെക്കുമ്പോൾ മൗസിന്റെ സൈൻ ഒരു പ്ലസ് സൈൻ പോലെ ആകും. അപ്പൊ അങ്ങനെ ഒരു സൈൻ വന്നതിന് ശേഷം ഇനിയിപ്പോ ഞങ്ങളുടെ സിസ്റ്റത്തിൽ അങ്ങനെ മൗസ് വെക്കുന്ന ഉടനെ ആ ഒരു ചിഹ്നം വരുമോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. എല്ലാവരുടെ സിസ്റ്റത്തിലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി. ഈ ഒരു ബോക്സിന്റെ ബോർഡറിലോട്ട് മൗസ് കൊണ്ട് വെക്കുമ്പോൾ മൗസിന്റെ സൈൻ ഒരു പ്ലസ് ഒരു കുരിശ് പോലെ വരും. അപ്പൊ ആ ഒരു സൈൻ വന്നതിന് ശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. എങ്ങോട്ടാണോ മാറ്റേണ്ടത് പ്രസ് ചെയ്ത് പിടിച്ച് വലിച്ചതിനെ അങ്ങോട്ട് നീക്കി മാറ്റി വെക്കുക. അപ്പൊ നമ്മൾ മാർക്ക് ലിസ്റ്റ് എന്നുള്ളത് ജസ്റ്റ് ടൈപ്പ് ചെയ്തു, അതിനെ സെന്ററിലോട്ട് കൊണ്ടുവന്നു. ഇനിയിപ്പോ ഈ ബോക്സ് പോലുള്ളത് പോകണമെങ്കിൽ ഇതിന്റെ ഈ വെളിയിലുള്ള ഏതെങ്കിലും ഒരു പോർഷനിൽ മൗസ് കൊണ്ടുവച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ആ ഒരു ബോക്സ് അവിടുന്ന് പോകും. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു മാർക്ക് ലിസ്റ്റ് ആഡ് ചെയ്യണം. അപ്പൊ ആ മാർക്ക് ലിസ്റ്റിനെ നമ്മൾ ടേബിളിനകത്താണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ടേബിളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് ഇൻസേർട്ട് ടാബ് ഓപ്പൺ ചെയ്തു, അതിൽ നിന്നും ടേബിൾസ് എടുത്തു, ഇൻസേർട്ട് ടേബിൾ എടുത്തു, നമുക്ക് എത്ര ടേബിൾസ് വേണമെന്ന് കൊടുത്തു. അപ്പൊ ഇത്രയും സ്റ്റെപ്സ് നമ്മൾ ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മൾ ആ സ്റ്റെപ്പ് വഴി ഒന്നും പോകണ്ട. ഡയറക്റ്റ് നമുക്ക് ഈ കാണുന്ന ടേബിൾ എന്നുള്ള ഈ ഒരു ചിത്രം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മൗസ് വെച്ചപ്പോ തന്നെ അതിന്റെ പേര് കാണിച്ചു, ഇൻസേർട്ട് ടേബിൾ. അപ്പൊ അതേലോട്ട് മൗസ് വെച്ചു. ഇനിയിപ്പം നമുക്ക് ടേബിൾ ആഡ് ചെയ്യണം. അതിനുവേണ്ടി അതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തു. അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ അവർ നമ്മളോട് ചോദിച്ചു നമ്പർ ഓഫ് കോളംസ്, നമ്പർ ഓഫ് റോസ്. അതായത് നമുക്ക് എത്ര റോയ് അല്ലെ എത്ര കോളം ഉള്ള ടേബിൾ ആണ് വേണ്ടത് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിപ്പോ ഒരു കുട്ടികളുടെ പേരും 2 സബ്ജക്റ്റും ഉള്ള ഒരു ടേബിൾ ആണ്. അപ്പൊ 3 കോളം വേണമല്ലോ. കുട്ടികളുടെ പേര്, ഒരു സബ്ജക്റ്റിന്റെ പേര്, അടുത്ത സബ്ജക്റ്റിന്റെ പേര്, അതുപോലെ തന്നെ 2 കുട്ടികളുടെ മാർക്കും എൻ്റർ ചെയ്യാം. അപ്പൊ അതിനുള്ള 3 കോളം 3 റോയും നമുക്ക് കൊടുക്കാം. അതായത് നമുക്ക് എത്ര കോളമുള്ള ടേബിൾ, എത്ര റോ ഉള്ള ടേബിൾ വേണമെന്ന് ജസ്റ്റ് ഇവിടോട്ട് ക്ലിക്ക് ചെയ്യുക. നമുക്ക് എത്ര വേണമെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഈ സൈഡിൽ നമുക്കൊരു അപ്പ് ആരോയും മുകളിലോട്ടും താഴോട്ടും ഒരു ആരോയുണ്ട്. നമ്മൾ മുകളിലത്തെ ആരോയെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്പർ കൂടും, താഴത്തെ ആരോയെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്പർ കുറയും. അപ്പൊ അങ്ങനെയും നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ജസ്റ്റ് ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്യുക. കണ്ടോ? അപ്പൊ അത്രയും ചെയ്ത് കഴിഞ്ഞപ്പം നമുക്കിവിടെ ഒരു ടേബിൾ വന്നു. നമ്മൾ കൊടുത്ത നമ്പർ, കോളവും റോയും നമ്പർ അനുസരിച്ച് ഒരു ടേബിൾ അവിടെ വന്നു. നമ്മൾ സ്റ്റെപ്പ് വഴി ഒന്നും പോയി ചെയ്യേണ്ട ആവശ്യം വന്നില്ല. എളുപ്പം തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം ടേബിൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന്. ടേബിൾ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ പേജിൽ കാണുന്ന ടേബിളിന്റെ ചിത്രമുള്ള ഇതിലോട്ട് മൗസ് കൊണ്ടുവച്ചു. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്പർ ഓഫ് കോളംസ്, നമ്പർ ഓഫ് റോസ്, അതായത് നമ്മുടെ ടേബിളിന് എത്ര കോളം വേണം, എത്ര റോ വേണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവിടോട്ട് ബൈ ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്നത് 5 കോളവും 2 റോയുമാണ്. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് മാറ്റാൻ പറ്റും. അപ്പൊ ഈ 5 എന്ന് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ മുകളിലോട്ട് ഒരു ആരോ ഉണ്ട്. അപ്പൊ അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ 5 എന്നുള്ളത് 6 ആയി, 7 ആയി, അങ്ങനെ മാറും. താഴോട്ടുള്ളത് പ്രസ് ചെയ്യുമ്പോൾ നമ്പർ കുറയും. അപ്പൊ അതുപോലെ തന്നെ നമ്പർ ഓഫ് റോസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ നമ്പർ ചേഞ്ച് ചെയ്യാം. അപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ള നമ്പർ നമ്മൾ കൊടുക്കുക, ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മുടെ റിക്വയർമെന്റ്സിനനുസരിച്ചുള്ള ഒരു ടേബിൾ അവിടെ വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എളുപ്പത്തില് പവർ പോയിന്റിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കണം. ഇനിയും കുറച്ച് കാര്യം കൂടെ ഉണ്ട്, അപ്പൊ അതൊക്കെ നമുക്ക് പറയാം.
അപ്പൊ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഞാൻ ജസ്റ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ മോളില് ടേബിൾ സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു പേജ് കാണാൻ പറ്റും. അപ്പൊ അവിടെ നോക്കിയപ്പം നമുക്ക് കുറച്ച് കളേഴ്സ് കാണാൻ പറ്റും. കണ്ടോ, നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തപ്പോ തന്നെ നമുക്ക് മോളിൽ കാണാൻ പറ്റുന്നുണ്ട് ടേബിൾ സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു പോർഷൻ. അപ്പൊ അവിടെ നോക്കുവാണെങ്കിൽ ടേബിളിന്റെ പല സ്റ്റൈലുകളുണ്ട്. നമ്മളിപ്പോ ആഡ് ചെയ്തപ്പോ ഇതിനൊരു ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡ് ആണ്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വൺ ജസ്റ്റ് ഞാൻ മൗസ് അതിലോട്ട് വെച്ചതേ ഉള്ളൂ. വെച്ചപ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു സ്റ്റൈല് അവിടെ പ്രിവ്യൂ ആയിട്ട് കാണാം. അതായത് ഈ ഒരു സ്റ്റൈല് സെലക്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതായത് ഒരു ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള ഷെയ്ഡ്. അതുപോലെ നമുക്ക് ഇങ്ങനെ ഓരോന്നിലും കൊണ്ട് വെച്ച് നോക്കാം. വെച്ച് നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടം ഏതാണോ അതനുസരിച്ചുള്ള ഒരു സ്റ്റൈല് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഇത്രയും സ്റ്റൈൽ അല്ല, ഇനിയും ഒരുപാട് സ്റ്റൈൽ ഇതിനകത്തുണ്ട്. അപ്പൊ ഈ സൈഡിൽ കിടക്കുന്ന ഈ ഒരു ഡൗൺ ആരോ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, ഇതെല്ലാം പല പല സ്റ്റൈലുകളാണ്. അപ്പൊ ഇങ്ങനെ ഓരോന്നിലും കൊണ്ട് വെച്ചിട്ട് നമുക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് സെലക്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് അതിലോട്ട് വെച്ചു. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു സ്റ്റൈല് ടേബിളിന് വരും. അപ്പൊ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തപ്പോ ഇങ്ങനെ ആയിരിക്കുന്നത്, അതിന് പ്രത്യേകിച്ച് ഒരു സ്റ്റൈലും ഒന്നുമില്ല, കാണാൻ ഒരു ഭംഗിയില്ല. അപ്പൊ നമുക്കതിനെ അട്രാക്റ്റീവ് ആക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ചാല് സിമ്പിൾ ആണ്. നമ്മൾ ടേബിൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് മുകളിൽ വരും. അല്ലാതെ നമ്മൾ എങ്ങും പോയി അതിനെ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒന്ന് കാണിച്ചു തരാം ഒന്നും കൂടെ. നമ്മൾ പുതിയൊരു സ്ലൈഡ് ഓപ്പൺ ചെയ്തു. ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ടേബിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും കൊടുത്തു. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്തു. ഈ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാല് ഓക്കെ എന്ന് പറയുന്നതിലോട്ട് മൗസ് വെച്ചു. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പൊ ഇത്രയും ചെയ്തപ്പോഴാണ് നമുക്ക് ടേബിൾ വന്നത്. അപ്പൊ ടേബിൾ വന്നപ്പം നമുക്കത് കണ്ടിട്ട് വലിയ ഭംഗിയൊന്നും തോന്നുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരെ നമ്മൾ തൊട്ട് മുകളിലോട്ട് നോക്കിയാൽ മതി. ഓട്ടോമാറ്റിക്കലി അവിടെ ടേബിളിന്റെ പല സ്റ്റൈലുകൾ വരും. അപ്പൊ ഇങ്ങനെ ഓരോന്നിലും മൗസ് വെക്കുമ്പം തന്നെ നമ്മൾ അത് ചൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും ഒരു ലൈവ് പ്രിവ്യൂ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അപ്പൊ ഈ കാണുന്ന ഇത്രയും സ്റ്റൈലുകൾ മാത്രമല്ല, ഈ സൈഡിൽ കാണുന്ന ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓർത്തോണം ലെഫ്റ്റ് ക്ലിക്ക് ആണ്, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഒരുപാട് സ്റ്റൈലുകൾ ഇങ്ങനെ കാണാം. അപ്പൊ ഇങ്ങനെ ഓരോന്നിലും കൊണ്ടുവച്ചിട്ട് നമുക്കതിൽ ഏതാണോ ഇഷ്ടം, നമുക്കതിൽ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാനായിട്ട് മൗസ് അതിലോട്ട് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ ആ ഒരു സ്റ്റൈൽ അവിടെ വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ടേബിളിന് പല സ്റ്റൈൽസ് കൊടുക്കുന്നത്. ഇനിയിപ്പോ ജസ്റ്റ് ഒന്ന് ടേബിൾ ഒന്ന് മാർക്ക് ലിസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ടൈപ്പ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ രണ്ട് സബ്ജക്റ്റിന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്തു. ജസ്റ്റ് ചുമ്മാ ഒന്ന് ഒരു പേരും ടൈപ്പ് ചെയ്തു, അവർക്കുള്ള മാർക്കും ടൈപ്പ് ചെയ്തു. അപ്പൊ നമ്മളൊരു മാർക്ക് ലിസ്റ്റ് ഇവിടെ തയ്യാറാക്കി. നമ്മുടെ കയ്യിൽ മൊത്തത്തിൽ ഇവിടെ 3 സ്ലൈഡാണ്. ഇപ്പൊ ഫസ്റ്റ് സ്ലൈഡ് ഇതാണ്, രണ്ടാമത്തെ സ്ലൈഡ്, മൂന്നാമത്തെ സ്ലൈഡ്. നമ്മളൊരു മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കി. ഇപ്പൊ മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കിയത് എങ്ങനെയാണ് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തു, അതിനകത്ത് വാല്യൂസ് ടൈപ്പ് ചെയ്തു. അപ്പൊ വാല്യൂസ് ടൈപ്പ് ചെയ്യാൻ ഈ ഫസ്റ്റ് കോളത്തിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക, നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത് ടൈപ്പ് ചെയ്യുക. രണ്ടാമത്തെ കോളത്തിലോട്ട് ക്ലിക്ക് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണ് ഈ ടേബിളിനകത്ത് നമ്മൾ വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് പുതിയൊരു സ്ലൈഡ് കൂടെ ആഡ് ചെയ്യാം. അപ്പൊ നമുക്കറിയാം പുതിയ സ്ലൈഡ് ആഡ് ചെയ്യണമെങ്കിൽ ഹോം ടാബ്, അതിൽ നിന്നും ന്യൂ സ്ലൈഡ്. അപ്പൊ നമുക്കിവിടെ പുതിയൊരു സ്ലൈഡും കൂടെ വന്നു. ഇനിയിപ്പോ ഈ ബാക്കിയുള്ള ഇമേജും അതുപോലെ തന്നെ ചാർട്ടും സ്മാർട്ട് ആർട്ടും ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇമേജ് എന്നുള്ളത് സ്റ്റോക്ക് ഇമേജ് അല്ല, ഇതിന് തൊട്ടിപ്പുറത്ത് കിടക്കുന്ന പിക്ചേഴ്സ്. അപ്പൊ പിക്ചേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ നേരെ പോയേക്കുന്ന നമ്മുടെ സിസ്റ്റത്തിന്റെ പേജിലോട്ടാ. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിന്റെ പേജിലോട്ട് പോയിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള പിക്ചറിനെ ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഞാൻ എന്റെ ഒരു പിക്ചർ കിടക്കുന്ന ഡെസ്ക്ടോപ്പിലാണ്. സോ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തു, അതിൽ നിന്നും നമുക്ക് കൊണ്ടുവരേണ്ട പിക്ചറിനെ സെലക്ട് ചെയ്തു, ഇൻസേർട്ട് കൊടുത്തു. അപ്പൊ എന്ത് സംഭവിച്ചു, ഒരു പിക്ചറിനെ നമ്മുടെ ആ സ്ലൈഡിലോട്ട് കൊണ്ടുവന്നു. അപ്പം പിക്ചർ ആഡ് ചെയ്യാനുള്ള എളുപ്പവഴിയാണ് നമ്മളിപ്പോ കണ്ടത്. ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. നമുക്ക് ഈ രണ്ടാമത്തെ ഓപ്ഷനാണ്, അതായത് പിക്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ്
അതേലോട്ട് മൗസ് കൊണ്ടുവച്ചു. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സിസ്റ്റത്തിന്റെ പേജിലോട്ടാണ് പോയിരിക്കുന്നത്. നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഫോട്ടോ നമ്മുടെ സിസ്റ്റത്തിൽ എവിടാ, ഏത് ഫോൾഡറിലാ കിടക്കുന്നത് എന്ന് നമ്മൾ ചൂസ് ചെയ്യണം. എങ്കിലേ ആ പിക്ചേഴ്സ് നമുക്ക് ഇങ്ങനെ ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഫോട്ടോ ഡെസ്ക്ടോപ്പിലാണ്. സോ ഈ സൈഡിൽ നിന്നും ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തു. അപ്പൊ നമ്മൾ ഈ സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം ലെഫ്റ്റ് ക്ലിക്ക് ആണ്. ഇപ്പൊ ഞാൻ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തപ്പോൾ ഡെസ്ക്ടോപ്പിലുള്ള പിക്ചർ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ ഇതാണ്. സോ അതിനെ സെലക്ട് ചെയ്തു. അപ്പൊ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ, സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ് പ്രസ് ചെയ്യേണ്ടത്. ഇനിയിപ്പോ ചെയ്യേണ്ടത് ഇൻസേർട്ട് ആണ്. അപ്പൊ ഇൻസേർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തപ്പോൾ ആ ഒരു പിക്ചർ അവിടെ വന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടേബിൾ ആഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ പിക്ചർ ആഡ് ചെയ്യുന്നതും. ഇനിയിപ്പോ മറ്റൊരു സ്ലൈഡ് കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ആർട്ട് എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം. സെയിം ആണ്. സ്മാർട്ട് ആർട്ടിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്മാർട്ട് ആർട്ടുകൾ കാണാം. ഇതിൽ നമുക്ക് ഏതാണോ കൊണ്ടുവരണ്ടേ ജസ്റ്റ് അതിലോട്ട് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പൊ ഇത്രയും ചെയ്തപ്പോൾ ഉണ്ടോ ആ ഒരു സ്മാർട്ട് ആർട്ട് അവിടെ വന്നു. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സ്മാർട്ട് ആർട്ട് കൊണ്ടുവരാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. സ്മാർട്ട് ആർട്ട് എന്നുള്ളതിൽ മൗസ് വെച്ചു, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്മാർട്ട് ആർട്ട് ഇങ്ങനെ കാണാം. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ക്ലിക്ക് ചെയ്യുക, ഓക്കെ. കണ്ടോ, ഇങ്ങനെയാണ് സ്മാർട്ട് ആർട്ട് കൊണ്ടുവരുന്നത്. ഇനിയിപ്പോ അടുത്ത കാര്യം കൂടെ നമുക്ക് നോക്കാം. സ്മാർട്ട് ആർട്ട് കഴിഞ്ഞു. ഇൻസേർട്ട് വീഡിയോ, അതായത് നമ്മുടെ ഇതിനകത്തോട്ടൊരു വീഡിയോ കൊണ്ടുവരണമെങ്കിൽ ഈ ഇൻസേർട്ട് വീഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. സെയിം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ എവിടാണോ വീഡിയോസ് കിടക്കുന്നത് ആ വീഡിയോസ് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക. ആ വീഡിയോ നമ്മുടെ ഇവിടെ വരും. അപ്പൊ നമ്മൾ ആഡ് ചെയ്ത വീഡിയോ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് വീഡിയോ ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോ നമുക്ക് ടേബിൾ ആഡ് ചെയ്യാൻ പറഞ്ഞു, അതുപോലെ തന്നെ ചാർട്ട് ആഡ് ചെയ്യാനും നമ്മൾ അതേ ക്ലിക്ക് ചെയ്തപ്പോൾ പലതരത്തിലുള്ള ചാർട്ട് ഇവിടെ വന്നു. നമുക്ക് ഇഷ്ടമുള്ള ചാർട്ട് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പൊ ആ ഒരു ചാർട്ട് അവിടെ വന്നു. അപ്പം ഇതെല്ലാം, ഈ കാര്യങ്ങളൊക്കെ ചാർട്ട് ആഡ് ചെയ്യാനും ഇമേജ് ആഡ് ചെയ്യാനും വീഡിയോ ആഡ് ചെയ്യാനും ഓഡിയോ ആഡ് ചെയ്യാനും ഇതെല്ലാം നമ്മൾ MS വേർഡിലും പഠിച്ച കാര്യമാണ്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അതിനകത്തൊന്നും യാതൊരുവിധ മാറ്റങ്ങളും ഇല്ല. അപ്പം ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കണം. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഇൻസേർട്ട് ടാബിൽ നിന്നും ചെയ്യാൻ പറ്റും. അതായത് ടേബിൾ ഉണ്ട്, പിക്ചർ ഉണ്ട്, സ്മാർട്ട് ആർട്ട് ഉണ്ട്, ചാർട്ട് ഉണ്ട്. അപ്പൊ ഈ വഴി നമ്മൾ പോയി ചെയ്യണമെങ്കിൽ ഒരു ഇച്ചിരി സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു സ്ലൈഡിൽ നിന്ന് തന്നെ നമുക്ക് എളുപ്പത്തില് പിക്ചർ ആഡ് ചെയ്യാനും സ്മാർട്ട് ആർട്ട് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ആഡ് ചെയ്യാനും ടേബിൾ ആഡ് ചെയ്യാനും ചാർട്ട് ആഡ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവരും നമ്മളുടെ ഇന്നത്തെ പവർ പോയിന്റിന്റെ ബാക്കി ക്ലാസ് കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ആവർത്തിച്ച് 2-3 തവണ ഒന്ന് കണ്ടു നോക്കണം. കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാകും, പ്രയാസമൊന്നുമില്ല. സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ളവരൊക്കെ ചെയ്ത് നോക്കണം. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.